ഹലോ എവ്രി വൺ. അമേരിക്കയിൽ പോയി ജോലി ചെയ്യാൻ ആഗ്രഹിക്കുന്ന നേഴ്സസിന് ഇപ്പോൾ കിട്ടിയിരിക്കുന്ന ഒരു ചാൻസാണ് H1B വിസ. H1B വിസ നേരത്തെയും ഉണ്ടായിരുന്നു, പക്ഷേ ഇപ്പോൾ ഒരു ട്രെൻഡിങ് ആയിട്ട് നേഴ്സസാണ് കൂടുതൽ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരുപാട് പേർ ഇപ്പോൾ NCLEX RN പഠിക്കാനും പാസ്സാകാനൊക്കെ ട്രൈ ചെയ്യുന്നുണ്ട്. എന്നാൽ എല്ലാവരുടെയും ഡ്രീം ഒരു EB3 വിസ അല്ലെങ്കിൽ ഗ്രീൻ കാർഡോട് കൂടെ തന്നെ അമേരിക്കയിലേക്ക് പോകാനുള്ള ഒരു ആഗ്രഹമാണ് പൊതുവെ എല്ലാവർക്കും ഉള്ളത്. കാരണം H1B വിസയ്ക്ക് ഒരുപാട് റെസ്ട്രിക്ഷൻസ് ഉണ്ട്. പിന്നീട് ഗ്രീൻ കാർഡിലേക്ക് നമുക്ക് മാറാൻ പറ്റുമെങ്കിലും EB3 ഡയറക്റ്റ് പോകാനാണ് മിക്കവാറും ആളുകൾ ആഗ്രഹിക്കുന്നത്. പക്ഷേ ഇപ്പോൾ 2012 വരെയാണ് നമ്മളുടെ റിട്രോഗ്രഷൻ പീരീഡ് നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ 2012 മുൻപ് പാസ്സാകാത്ത നേഴ്സസിന്, അതായത് NCLEX RN പാസ്സായി പ്രയോറിറ്റി ഡേറ്റ് ഇല്ലാത്ത ആളുകൾക്ക് പോകാൻ പറ്റുകയില്ല എന്നുള്ളതാണ് നിലവിലുള്ള ഒരു കാര്യം. പിന്നെ നമ്മൾക്ക് എത്ര വർഷം വെയിറ്റ് ചെയ്യണം എന്നുള്ളതിനെക്കുറിച്ച് യാതൊരു ഐഡിയയില്ല. ചിലപ്പോൾ 10 വർഷം 15 വർഷമൊക്കെ വെയിറ്റ് ചെയ്യേണ്ടതായിട്ട് വന്നേക്കാം. ഇപ്പോൾ ഒരുപാട് വീഡിയോസ് ഇതുപോലെ അമേരിക്കയിലേക്ക് ഒരുപാട് വേക്കൻസി ഉണ്ട്, ഒത്തിരി പേരെ സെലക്ട് ചെയ്യുന്നു, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയുമ്പോൾ ശരിക്കും ഒരു പക്ഷേ ആളുകൾ വിചാരിക്കും വളരെ പെട്ടെന്ന് തന്നെ പോകാൻ പറ്റും, അത്ര ഈസി ആയിട്ട് പോകാൻ പറ്റുമെന്ന് വിചാരിക്കുകയാണെങ്കിൽ അങ്ങനെയല്ല. NCLEX RN എന്നുള്ളൊരു കടമ്പ പാസ്സാകണം. പക്ഷേ അത് നമ്മൾ ഡെഡിക്കേറ്റഡ് ആയിട്ട് പഠിക്കുകയാണെങ്കിൽ പാസ്സാകാൻ പറ്റും. പിന്നെ അതുപോലെ തന്നെ വിസ സ്ക്രീൻ സർട്ടിഫിക്കറ്റ്, ഇംഗ്ലീഷ് എക്സാം ഒക്കെ വേണം. എങ്കിലും നമ്മൾക്ക് പോകാൻ ശരിക്കും ആഗ്രഹമുണ്ട്, നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്താൽ കിട്ടാത്തതായിട്ടൊന്നുമില്ല. അതല്ല ഞാനിപ്പോൾ പറഞ്ഞു വരുന്നത്, ഫ്രീ ആയിട്ട് നമ്മൾ റിക്രൂട്ട്മെൻറ്റ് ചെയ്യുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ ഇപ്പോൾ പല ആളുകളും പറയുന്നുണ്ട്. ശരിക്കും ഫ്രീ ആയിട്ടാണോ റിക്രൂട്ട്മെൻറ്റ് നടത്തുന്നത്? ഇപ്പോൾ H1B വിസയെക്കുറിച്ചുള്ള കാര്യങ്ങൾ ഞാൻ മുമ്പ് ഒരു വീഡിയോയിൽ പറഞ്ഞിരുന്നു. പക്ഷേ EB3 വിസ അല്ലെങ്കിൽ ഗ്രീൻ കാർഡോട് കൂടെ പോകുമ്പോൾ പല ഏജൻസികളും നമ്മളെ എങ്ങനെയാണ് ഹയർ ചെയ്യുന്നത്? ഫ്രീ ആയിട്ടാണോ ശരിക്കും ഹയർ ചെയ്യുന്നത്? മിക്കവാറും ഏജൻസികൾ എങ്ങനെയാണ്, അത് സ്റ്റാഫിംഗ് ഏജൻസീസ് എന്താണ് ചെയ്യുന്നതെന്ന് ഈ വീഡിയോയിലൂടെ പറയാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അതായത് പലപ്പോഴും പല ആളുകളും വിചാരിക്കാറുണ്ട് നമ്മൾക്ക് ഫ്രീ ആയിട്ടാണ് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നതെന്ന്. അത് നമ്മൾക്ക് മിക്കവാറും ഏജൻസി നമ്മളുടെ പ്രോസസ്സിങ്ങിൻ്റെ സമയത്ത് എല്ലാ കാര്യങ്ങളും ഫ്രീ ആയിട്ട് ചെയ്യുന്ന ഏജൻസീസ് ഉണ്ട്. ചില ഏജൻസീസ് പ്രൈമറി ആപ്ലിക്കൻറ്റിൻ്റെ ഫീസ് പേ ചെയ്യും, ബാക്കിയുള്ള ഡിപ്പെൻഡൻസിൻ്റെ എല്ലാം നമ്മൾ പേ ചെയ്യേണ്ട ആവശ്യമുണ്ട്. ചില ആളുകളെല്ലാം പേ ചെയ്തതിന് ശേഷം, ചില ഏജൻസീസാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്, അവർ നമ്മൾ US പോകുന്നതിന് മുൻപ് നമ്മൾക്കിടെ ഡിപ്പെൻഡൻസിൻ്റെ എല്ലാം അവർ കൊടുത്ത ഫീസ് പേ ബാക്ക് ചെയ്യണം. അപ്പോൾ അങ്ങനെ പല രീതിയിലുള്ള ഓഫറുകളാണ് US സ്റ്റാഫിംഗ് ഏജൻസി നമുക്ക് വയ്ക്കുന്നത്. ചിലപ്പോൾ ചില ആളുകൾ നമ്മൾക്ക് സൈൻ ഓൺ ബോണസായിട്ട് $5,000 തരാറുണ്ട്. അങ്ങനെ പല ഏജൻസീസും ഒരുപാട് അട്രാക്റ്റിങ്. ചിലപ്പോൾ നമ്മളൊരാൾ റെഫർ ചെയ്താൽ നമ്മൾക്ക് അതിനുള്ള ചിലപ്പോൾ ബോണസ് തരാറുണ്ട്. അങ്ങനെ പല രീതിയിലുള്ള കാര്യങ്ങൾ ഇവർ ചെയ്യുന്നുണ്ട്. ഒരുപക്ഷെ നമ്മളൊക്കെ വിചാരിക്കും എങ്ങനെയാണ് ഇവർക്ക് ഇതൊക്കെ ചെയ്യാൻ പറ്റുന്നത് ഇത്ര ഫ്രീ ആയിട്ട്? അല്ലെങ്കിൽ പല കാര്യങ്ങളും നമ്മൾ നോക്കുമ്പോൾ ഇത്ര ഫ്രീ ആയിട്ട് എങ്ങനെയാണ് ഈ ഏജൻസീസ് ചെയ്യാൻ പറ്റുന്നത് എന്ന് ആലോചിക്കുമ്പോൾ തന്നെ കുവൈറ്റിൽ തന്നെ ഒരു കാര്യം നമുക്ക് ആലോചിച്ചാൽ മതി. ഇപ്പോൾ ഡയറക്റ്റ് MOHും അണ്ടർ MOHും സ്റ്റാഫ് നമുക്കറിയാം. അണ്ടർ MOH എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു പ്രൈവറ്റ് കമ്പനി സ്റ്റാഫിനെ ഇങ്ങോട്ട് നമുക്ക് തരുന്നു. ഒരു കുവൈറ്റ് ഗവൺമെൻറ് ഒരു എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഒരു 800 KD കൊടുക്കുന്ന ഒരു സാലറി അണ്ടർ MOH അല്ലെങ്കിൽ ഏജൻസി ത്രൂ വരുന്ന ഒരു സ്റ്റാഫിന് കിട്ടുന്ന ഒരു പക്ഷേ 400 KD അല്ലെങ്കിൽ 200 KD 300 KD ഡിപ്പെൻസ് അവർക്ക് കോൺട്രാക്റ്റിൽ എത്രയാണ് പറഞ്ഞിരിക്കുന്നത്. അതേ രീതിയിൽ തന്നെയാണ് സ്റ്റാഫിംഗ് ഏജൻസീസ് അമേരിക്കയിലേക്ക് EB3 വിസയിൽ കൊണ്ടുപോകുന്നത്. അതായത് ഗ്രീൻ കാർഡോട് കൂടെ പോകുന്ന മിക്കവാറും ഏജൻസീസ്. എന്നാൽ ചില ഏജൻസീസിൻ്റെ ഡയറക്റ്റ് ഹയർ അവരുടെ ഒരു ഹൈലൈറ്റാണ്. അവരെപ്പോഴും പറയാറുണ്ട് ഞങ്ങൾ ഡയറക്റ്റ് ഹയർ ആൾക്കാരാണ്. അതായത് ഓരോ എംപ്ലോയറുമായിട്ട് നേരിട്ട് ഇൻ്റർവ്യൂ നടത്തി ആ ഹോസ്പിറ്റലിൻ്റെ ഒരു സ്റ്റാഫായിട്ട് ഈ ഏജൻസി ഒരു മിഡിലായിട്ട് പ്രവർത്തിക്കുന്നു എന്ന് മാത്രം. അവർക്ക് ഹോസ്പിറ്റലിൽ നിന്നും അതിൻ്റേതായിട്ടുള്ള ബെനിഫിറ്റ്സ് ഉണ്ട്. പക്ഷേ അല്ലെങ്കിൽ എംപ്ലോയറുമായിട്ട് നമ്മൾ ഹോസ്പിറ്റലിൻ്റെ സ്റ്റാഫായിട്ട് പോകുന്ന അങ്ങനെ ചില ഏജൻസീസ് ഉണ്ട്. പക്ഷേ മിക്ക സ്റ്റാഫിംഗ് ഏജൻസീസും ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ അവരൊരു കോൺട്രാക്റ്റ് നമ്മളുമായിട്ട് ഉണ്ടാക്കും. നമ്മൾക്ക് ഈ കാര്യങ്ങളെല്ലാം ഫ്രീ ആയിട്ട് ചെയ്തു തന്നല്ലോ, അതുകൊണ്ട് തന്നെ നമ്മൾക്ക് വേണ്ടിയിട്ട് അവരൊരു കോൺട്രാക്റ്റ് ഉണ്ടാക്കും. ഒരു പക്ഷേ 2.5 വർഷം 3 വർഷം അവരൊരു പർട്ടിക്കുലർ അവേഴ്സ് ആയിരിക്കും നമ്മളോട് പറയുന്നത്. അപ്പോൾ ആ അവേഴ്സ് നമ്മൾ അവരുടെ അടുത്ത് കംപ്ലീറ്റ് ചെയ്യണം. ഒരു പക്ഷേ നമ്മളുടെ എംപ്ലോയർ നമ്മൾക്ക് തരുന്ന സാലറി ഒരു പക്ഷേ $50 ആയിരിക്കാം, $60 ആയിരിക്കാം, $45 ആയിരിക്കാം. അത് എത്രയാണെങ്കിലും അത് ഏജൻസീസിനാണ് പോകുന്നത്. അതിനുശേഷം നമ്മളുടെ കയ്യിൽ അവർ പറഞ്ഞിരിക്കുന്നത് ഒരു പക്ഷേ $30 ആയിരിക്കാം പെർ അവർ, അല്ലെങ്കിൽ $35 ആയിരിക്കാം പെർ അവർ. ഡിപ്പെൻസ് ഓൺ ആ ഹോസ്പിറ്റലുകാരുമായിട്ട് ഇവർ എങ്ങനെയാണോ അല്ലെങ്കിൽ നമ്മൾക്ക് എത്ര ഓഫർ ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ഫ്രീ ആയിട്ട് അവിടെ ചെന്ന് കഴിഞ്ഞാൽ
നമ്മൾക്ക് കിട്ടുന്ന സാലറിയിൽ നിന്നും വളരെയധികം ഒരു കട്ടിങ് വരും എന്നുള്ളത് നമ്മൾക്ക് വളരെ നിരാശ ഉണ്ടാക്കുന്ന ഒരു കാര്യമായിരിക്കും. ചില ആളുകളാകട്ടെ ഇവരുടെ കോൺട്രാക്റ്റ്, നമ്മളെ കൊണ്ടുപോകുന്ന സ്റ്റാഫിംഗ് ഏജൻസീസിൻ്റെ കോൺട്രാക്റ്റ് ബ്രേക്ക് ചെയ്തതിന് ശേഷം വേറെ ഏതെങ്കിലും ഒരു ഹോസ്പിറ്റലിൽ കയറിയതിന് ശേഷം അവർക്ക് അവിടെ അവർ ആ ഹോസ്പിറ്റലിൻ്റെ സ്റ്റാഫായിട്ട് മാറുമ്പോൾ അവർക്ക് നല്ല ഒരു സാലറിയിലോട്ട് മാറാൻ പറ്റും. അപ്പോൾ ഫ്രീ ആയിട്ട് നമ്മൾ റിക്രൂട്ട്മെൻറ്റ് ചെയ്യുന്നു എന്ന് കേൾക്കുമ്പോൾ പെട്ടെന്ന് ആരും തന്നെ ചാടി വീഴരുത് എന്ന് വിചാരിച്ച്, ഇത് നല്ല ഓപ്പർച്യൂണിറ്റി തന്നെയാണ്. നമ്മൾക്ക് പല കാര്യങ്ങളും ചെയ്യണമെങ്കിൽ ഒരു ഏജൻസി ഇല്ലാണ്ട് പറ്റില്ല. അതുകൊണ്ട് തന്നെ അമേരിക്കയിൽ എത്തിച്ചേരാൻ വേണ്ടിയിട്ട് തീർച്ചയായിട്ടും സ്റ്റാഫിംഗ് ഏജൻസീസ് നമ്മൾ ഒരുപാട് സഹായിക്കുന്നുണ്ട്, അവിടെ ചെന്ന് സെറ്റിലാകാനും ഇനീഷ്യൽ ഡേയ്സിലൊക്കെ തീർച്ചയായിട്ടും. പക്ഷേ അതിനുള്ള ബെനിഫിറ്റ്സ് തീർച്ചയായിട്ടും ഓരോ ഹോസ്പിറ്റലുകാരും അല്ലെങ്കിൽ ഓരോ ഫെസിലിറ്റീസും ഓരോ എംപ്ലോയറും ഈ സ്റ്റാഫിംഗ് ഏജൻസീസിന് കൊടുക്കുന്നതുകൊണ്ട് തന്നെയാണ് അവർ നമ്മൾക്കുള്ള കാര്യങ്ങളെല്ലാം ഫ്രീ ആയിട്ട് പല കാര്യങ്ങളും ചെയ്തു തരുന്നത്. അല്ലാതെ നമ്മൾക്ക് ആർക്കും സൗജന്യ സേവനങ്ങൾ ഒരു ഏജൻസിയും തരുന്നില്ല എന്നുള്ള കാര്യം പ്രത്യേകിച്ച് ഓർക്കുക. ഒരു കാര്യം കൂടെ പറയാൻ ആഗ്രഹിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, H1B വിസയിൽ പോകുന്ന ആളുകൾക്ക് ഡയറക്റ്റ് ഹയർ ആയിരിക്കും, അവരുടെ സാലറി കൂടുതലായിരിക്കും. പക്ഷേ ഇതുപോലെ സ്റ്റാഫിംഗ് ഏജൻസീസ് ത്രൂ പോകുന്ന EB3കാർ അല്ലെങ്കിൽ ഗ്രീൻ കാർഡ് ഹോൾഡേഴ്സ് എന്ന് വെച്ചാൽ ആ ഒരു രീതിയിൽ പോകുന്ന ആളുകൾക്ക് മിക്കവാറും ഏജൻസീസ് കൊടുക്കുന്നത് ഹോസ്പിറ്റലുകാർ കൊടുക്കുന്ന സാലറിയുടെ വളരെ കുറഞ്ഞൊരു തുകയായിരിക്കും. അത് നമ്മൾക്ക് കോൺട്രാക്റ്റിൽ അവർ എത്ര തരുമെന്നുള്ളത് പറഞ്ഞിരിക്കും. അപ്പോൾ അമേരിക്കയിലേക്ക് ഇപ്പോൾ 2012 മുൻപ് പാസ്സായി I-140 അപ്രൂവലും പ്രയോറിറ്റി ഡേറ്റുമുള്ള ആളുകൾ പോകാൻ ഇപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഒരുപാട് പേർ എനിക്ക് മെയിൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ അവർക്കൊക്കെ അറിയാവുന്ന കാര്യം തന്നെയാണ്, ഏത് ഏജൻസി ആണെങ്കിൽ പോലും അവരുടേതായിട്ടുള്ള ഒരു ടൈം നമ്മൾക്ക് വെച്ചിട്ട് അത്രയും അവേഴ്സ് കംപ്ലീറ്റ് ആകാതെ നമ്മളെ ഒരിക്കലും അവരുടെ കോൺട്രാക്റ്റിൽ നിന്നും റിലീസ് ചെയ്യാൻ അവർ സമ്മതിക്കില്ല. പക്ഷേ നമ്മൾക്കതെല്ലാം തയ്യാറായിട്ടാണല്ലോ നമ്മൾ കോൺട്രാക്റ്റ് സൈൻ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾക്ക് ഒരു കോൺട്രാക്റ്റ് സൈൻ ചെയ്ത് കഴിഞ്ഞാൽ റിലീസ് കിട്ടണമെങ്കിൽ നമ്മൾക്ക് അവർക്ക് പൈസയെല്ലാം കൊടുക്കേണ്ടതായിട്ടൊക്കെ വരും. അപ്പോൾ നിങ്ങൾ ഏതെങ്കിലും ഒരു ഏജൻസി ആയിട്ട് നമ്മൾ സൈനപ്പ് ചെയ്യുവാണെങ്കിൽ വളരെ കെയർഫുൾ ആയിരിക്കുക ഇൻ ദ സെൻസ് നമ്മൾക്ക് ആ ഏജൻസി ത്രൂ പോയ ആളുകളൊക്കെ ആയിട്ട് അന്വേഷിക്കുക. അമേരിക്കയിൽ പോയി ജോലി ചെയ്യാൻ ആഗ്രഹിക്കുന്ന നഴ്സസിന് ഈ കോൺട്രാക്റ്റോ അല്ലെങ്കിൽ ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും ഒരു തടസ്സമല്ല. അവർ എന്ത് ത്യാഗം സഹിക്കാനും തയ്യാറാണ്. അവർക്ക് ഇഷ്ടമില്ലെങ്കിൽ ഏത് സമയത്തും ഒരു ജോലിയിൽ നിന്ന് മറ്റൊരു ജോലിയിലേക്ക് പോകാനുള്ള ഒരു ഫ്രീഡമുണ്ട്, പ്രൊവൈഡഡ് നമ്മളുടെ കോൺട്രാക്റ്റ് ബ്രേക്ക് ചെയ്യാനുള്ള തുക അവർക്ക് കൊടുക്കുകയാണെങ്കിൽ. ഇപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഫ്രീ ആയിട്ട് റിക്രൂട്ട്മെൻറ്റ് എന്ന് പറയുമ്പോൾ പലരും പെട്ടെന്ന് വിചാരിക്കരുത് എന്തുകൊണ്ടാണ് ഫ്രീ ആയിട്ട് നമ്മൾക്ക് എല്ലാം ചെയ്തു തരുന്നതെന്ന്. തീർച്ചയായിട്ടും അതിനുള്ള ബെനിഫിറ്റ് സ്റ്റാഫിംഗ് ഏജൻസീസിന് നന്നായിട്ടുണ്ട്. താങ്ക് യു ഫോർ വാച്ചിങ്.